ചായയെല്ലാം കുടിച്ചിട്ടായി നമുക്ക് ഫുള്ള് ചൊറിയുന്നു. ചൊറിഞ്ഞ് 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 എനിക്ക് മതിയായി. ഇപ്പം അമ്മേനെ ഉറക്കുന്നുണ്ട്. ഉറങ്ങിക്കഴിഞ്ഞാൽ കുറച്ച് സമാധാനം ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെ ചൊറിയുന്നു പറഞ്ഞാൽ എന്തോ ഒരു ചെറിച്ചൽ. നാൽപ്പാമര പൊടിയിട്ട് കുളിപ്പിച്ചു, അതിലും പാങ്ങാന്നില്ല. പിന്നെ ചൊറിയുന്ന പൗഡർ ഇട്ടു, അതിലും പാങ്ങാന്നില്ല. വേപ്പിൻ ചപ്പലേൽ കുളിപ്പിച്ചു, അതിലും പാങ്ങാന്നില്ല. ഒന്നുമില്ല. ഇപ്പോൾ പിന്നെ എന്തെല്ലോ തേച്ചിട്ട് ആയിട്ട് ഒന്നുമില്ല. ചൊറിഞ്ഞ് 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 എനിക്കൊരു വിധം പകുതി ഇപ്പോൾ ഉറക്കുന്നതാണ്. ഉറങ്ങിക്കഴിഞ്ഞാൽ കുറച്ച് സമാധാനം ചൊറിഞ്ഞിട്ടെല്ലാം ആയിട്ട് പിന്നെ ഇങ്ങനെ തട്ടി കൈകൊണ്ട് ഇങ്ങനെ തട്ടിയാൽ പിന്നെ ഉറങ്ങിക്കഴിഞ്ഞാൽ എനിക്ക് കുറച്ച് പിന്നെ കറിയെല്ലാം ഉണ്ടാക്കാനുണ്ട്. ചായയുടെ പണി ആയതേ ഉള്ളൂ. അമ്മേനെ രാവിലെ കുളിപ്പിക്കണം. എന്തെല്ലോ പണിയുണ്ട്, ഇതെല്ലാം എടുക്കണം. പിന്നെ പുതിയ വേറെ ബെഡ്ഷീറ്റെല്ലാം ഇരിക്കണം. അങ്ങനെ ഒത്തിരി 1-1.5 മണിക്കൂറിൻ്റെ പണിയുണ്ട്. രാത്രി ഉറങ്ങാത്തത് കൊണ്ട് നമ്മൾ 8 മണിക്കാണ് എണീക്കുന്നത്. താഴെ പോയി പാൽ വാങ്ങണം. നമ്മൾ 3ാമത്തെ നിലയിലാണ് ഉള്ളത്. പാലെടുക്കാൻ പോകുമ്പോൾ പൈപ്പ് ജോയിൻ്റ് ആക്കിയിട്ട് കുറച്ച് ഇതുണ്ട്, ബസലി, കൊള്ളി, പിന്നെ കരിയാമ്പ്, 2 വാഴ, പിന്നെ 2, 3, 4, 5 പതന, പഴകിരിങ്ങര തൈയെല്ലാം നട്ടു. അതിൽ വെള്ളം ഒഴിച്ചിട്ട് വന്നിട്ട് അമ്മേനെ അപ്പോഴും വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടാണ് താഴെ പോകുന്നത്. അതിലേക്ക് ചൂടായി അമ്മേനെ കുളിപ്പിച്ചു. അമ്മേനെ പുറത്തിരുത്തിയിട്ട് അമ്മക്ക് ഇലയിൽ ഇങ്ങനെ പരത്തി തേങ്ങയും പുഴുങ്ങലേരി അരച്ചിട്ട് ഇങ്ങനെ ഇലയിൽ ചെടുങ്ങി ഇങ്ങനെ സ്പൂൺ കൊണ്ട് പരത്തിയിട്ട് മടക്കുന്ന അപ്പാണ്. അത് വൈകുന്നേരം കാണിച്ചു തരാം. പിന്നെ അത് കഴിഞ്ഞ് ഭയങ്കര ചൊറിച്ചിലെന്ന് പറഞ്ഞാൽ എനിക്കെന്നെ പ്രാന്താണ്. അത്രയും വല്ലാത്ത ചൂടാന്ന്. മേലെ ചൂടെടുത്തിട്ട് സഹിക്കാൻ പറ്റുന്നില്ല. അത്രയും ഭയങ്കര ചൂട്. എല്ലാ സജ്ജീകരണം ഇതെല്ലാം ഉണ്ട്, ഫാനെല്ലാം ഉണ്ട്, എന്നോ ഏസുന്നില്ല. അപ്പോൾ ഇപ്പോൾ ചൊറിഞ്ഞ് എനിക്ക് മതിയായിട്ട് ഞാൻ ഉറക്കുന്നതാണ്. ഇങ്ങനെ കൈ കൊണ്ട് കുഞ്ഞോളെ ഉറക്കുന്നത് പോലെ ഉറക്കിക്കഴിഞ്ഞാൽ അമ്മ ഉറങ്ങും. കുറച്ച് ഉറങ്ങിക്കഴിഞ്ഞാൽ സമാധാനം. നാളെ എനിക്ക് വീട്ടിലേക്ക് പോകാനുണ്ട്. ഇലക്ഷനല്ലേ, വോട്ട് ചെയ്തിട്ട് വീടെല്ലാം ക്ലീനാക്കിയിട്ട് വരണമെന്നുണ്ട്. കോട്ടിക്കുളം റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്താണ് എൻ്റെ വീട്. പാലക്കുന്ന് തിരുവക്കോളി എന്ന് പറയും. ഇവിടെയാണ് എൻ്റെ വീട്. വീട്ടിൽ വലിയൊരു മോനേ ഉള്ളൂ. മറ്റൊരു മോൻ ദുബായിലുണ്ട്. മരിയോളുണ്ട്. 2ാമത്തെ മോൻ കല്യാണം കഴിഞ്ഞ് ഒരു കുഞ്ഞുണ്ട്. മൂത്തോന് ഡാൻസ് മാഷായതുകൊണ്ട് ഇപ്പോൾ വേണ്ടാഞ്ഞിട്ട് ഇപ്പോൾ പെണ്ണ് നോക്കുന്നുണ്ട്. നല്ലൊരു കുഞ്ഞിനെ കിട്ടുകയാണെങ്കിൽ പെട്ടെന്ന് കഴിക്കും. ഇപ്പോൾ എനിക്കൊരു സമാധാനം. ഞാൻ എവിടെയാണ് ഇവിടെ സ്ഥാപനമെല്ലാം നിർത്തിയിട്ട് പിന്നെ അമ്മേനെല്ലാം നോക്കിക്കൊണ്ടിരിക്കുന്നതാണ്. എനിക്കങ്ങനെ വീട്ടിലേക്കൊന്നും പോകാൻ പറ്റില്ല. ആരെങ്കിലും ഇവിടെ നിർത്തിയിട്ട് എനിക്ക് പോകാൻ പറ്റും. ഒരു ചേച്ചി വരുന്നെന്ന് പറഞ്ഞു. അപ്പോൾ നാളെ എല്ലാ ജോലി ചെയ്യും. ഇവരെ രീതിയിലുള്ള ഭക്ഷണം ആർക്കും അറിയില്ല. അപ്പം എനിക്ക് മാത്രമേ അറിയുള്ളൂ. ഇതിലായിട്ട് വരുന്നവർക്ക് അറിയില്ലല്ലോ. അങ്ങനെ ഞാൻ എല്ലാ ഭക്ഷണം അലക്കി തുടച്ച് വൃത്തിയാക്കിയിട്ട് എല്ലാം റെഡിയാക്കിയിട്ട് വേണം, അമ്മേനെ കുളിപ്പിച്ച് എല്ലാം റെഡിയാക്കിയിട്ട് വേണം എനിക്ക് പോകാൻ. ബസ്സെല്ലാം കുറവാണെന്ന് പറയുന്നു. എനിക്ക് ബസ് കിട്ടുമോ എന്നും അറിയില്ല. ഇത് വൈകുന്നേരം തിരിച്ച് വരണം. വോട്ട് ചെയ്തിട്ട് വീടെല്ലാം ക്ലീനാക്കിയിട്ട് ഭക്ഷണം ഉണ്ടാക്കിയിട്ട് ഭക്ഷണമെല്ലാം ഉണ്ടാക്കിയിട്ട് ഞാൻ പോയെന്ന് എന്തെങ്കിലും മീനോ അല്ലെങ്കിൽ ചിക്കനോ എന്തെങ്കിലും വാങ്ങിയിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും പുലാവെല്ലാം ആക്കിയിട്ട് ഞാൻ വരലുണ്ട് എൻ്റെ സമാധാനത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ നാളെ പോയിട്ട് എന്തെങ്കിലും ആക്കണം. മോനെല്ലാം കൊണ്ടുവച്ചിട്ടുണ്ടാവും. ഞാൻ വരുന്നെന്ന് പറഞ്ഞാൽ എല്ലാം കൊണ്ടുവക്കും. അപ്പോൾ അതെല്ലാം ആക്കിയിട്ട് വീട് വൃത്തിയാക്കാനെല്ലാം ഉണ്ട്. ഒത്തിരി ബാക്കിലെല്ലാം ഒത്തിരി കച്ചറയുണ്ട്. കുഴൽക്കിണർ ഒഴിച്ചതിൻ്റെ മണ്ണ് കാര്യങ്ങളും എല്ലാം ഉണ്ട്. ഒന്നും വൃത്തിയാക്കാൻ സമയം കിട്ടുന്നില്ല. വിഷുവിന് പോയിട്ട് വൃത്തിയാക്കിയതാണ്. എന്നിട്ട് ഇത്രയേ ഉള്ളൂ. അവിടെ ഇടയിലേ നോക്കുന്നുണ്ട്, ഉറങ്ങുന്നില്ല. ഇടയിലേ നോക്കുന്നുണ്ട്. TV ഓഫാക്കിയതൊന്ന് നോക്കുന്നുണ്ട്. TVയുടെ സൗണ്ട് കേട്ടോണ്ടിരിക്കണം. ഇനി ഇത്രയേ ഉള്ളൂ. വൈകുന്നേരം ചെറിയൊരു വീഡിയോ ഇടാം.
ഭക്ഷണത്തിൻ്റെത്. ഓക്കെ, ബൈ ബൈ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ബെൽ ബട്ടൺ അമർത്തണം, ഓക്കെ അടിക്കണം. പിന്നെ എന്താ പറയേണ്ടതെന്ന് അറിഞ്ഞില്ല. ഇനി എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ പറഞ്ഞു തരണം. ഓക്കെ, ബൈ ബൈ.